ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ഒരു ഹൽവ തയ്യാറാക്കാം. തക്കാളി ഹൽവയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി 1 കിലോ തക്കാളി വേണം. പഞ്ചസാര 500 ഗ്രാം, അതായത് 1/2 കിലോ പഞ്ചസാര. തേങ്ങാപ്പാൽ 1 മുറി തേങ്ങയുടെ പാലാണ് വേണ്ടത്. ഗീ 1/2 കപ്പ്. മൈദ 1/2 കപ്പ്. ഏലക്കായ പൊടിച്ചത് ആവശ്യത്തിന്. കാഷ്യൂ നട്ട്സ് ഫോർ ഗാർണിഷിംഗ്. ആദ്യം നമുക്ക് തക്കാളിയുടെ തൊലി എല്ലാം നന്നായി കളഞ്ഞെടുക്കണം. ഇതിനു വേണ്ടി വെള്ളം ഞാനിവിടെ നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി എല്ലാം ചേർത്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ തന്നെ 5 മിനിറ്റ് ഇതിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർക്കാൻ പാടുള്ളൂ. തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്, സ്കിന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റാം സ്കിന്ന്. സ്കിന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. ഇനി കഷ്ണങ്ങളാക്കിയ തക്കാളി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായി അടിച്ച് ജ്യൂസ് പരുവത്തിലാക്കാം. ഇനി ഈ തക്കാളി ജ്യൂസ് നമുക്ക് നന്നായി അരിച്ചെടുക്കാം. ഇനി സെയിം ജാറിലേക്ക് തന്നെ നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം, പഞ്ചസാര ചേർത്ത് കൊടുക്കാം, അല്പം തക്കാളി ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം, തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായി വീണ്ടും അടിച്ചെടുക്കാം. ഇനി ഈ അടിച്ചെടുത്ത ഈ കൂട്ട് നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ബാക്കി വന്ന തക്കാളി ജ്യൂസും കൂടി ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതങ്ങനെ തന്നെ നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇനി നമുക്ക് ഹൽവ തയ്യാറാക്കി തുടങ്ങാം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിൻ്റെ ടൈം 1.25 മണിക്കൂറാണ് സമയം. അപ്പോൾ അതുവരെ നമുക്ക് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. ഇതിൻ്റെ തക്കാളിൻ്റെ ചുവയോ പുളിയോ ഒന്നും തന്നെ ഈ ഹൽവയിൽ ഉണ്ടാവില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. ഇപ്പം നമ്മുടെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ. ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗീ ഒഴിച്ചു തുടങ്ങാം. 1 സ്പൂൺ ഗീ ഒഴിച്ചിട്ടുണ്ട്. 1 സ്പൂൺ ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി യോജിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് വീണ്ടും ഗീ ഒഴിക്കാൻ പാടുള്ളൂ. നന്നായി കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമുക്ക് വീണ്ടും ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീക്ക് പകരമായിട്ട് നമുക്ക് ഏതെങ്കിലും തരം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കാം. നമ്മുടെ ഹൽവ ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് നമ്മുടെ ഹൽവ. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, പാത്രത്തിൽ നിന്ന് നന്നായി വിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹൽവൻ്റെ പാകം. നമുക്കൊരു എണ്ണ തടവിയ സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റാം. ഇത്
നമുക്കൊരു എണ്ണയുള്ള സ്പൂൺ കൊണ്ട് നന്നായി എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കാഷ്യൂ ക്രഷ് ചെയ്തത് വിതറി കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി പ്രസ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ നാടൻ തക്കാളി ഹൽവ തയ്യാറായിട്ടുണ്ട്. ഇത് നന്നായി തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. എനിക്ക് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് ഇത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിച്ചപ്പോഴാണ് എനിക്ക് ടേസ്റ്റ് തോന്നിയത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം.